எங்கள் தலைவர் கோயாக்கி സുണയേട്ടാ ഞങ്ങൾക്ക് കുറച്ച് പടക്കം പൊട്ടിക്കാൻ തരുമോ? എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇത് വന്ന് നാളേക്ക് കോയക്ക ജയിച്ചാ പൊട്ടിക്കുന്ന പടക്കം ശിവകാശി പടക്കം. വേടാ ഒരു കാര്യണ്ട്. വലിയ കൊമ്പങ്കാടാണ് അത്ര കൊമ്പങ്കാട് 2.5 കോടിന്റെ പേരാ 3.5 കോടിന്റെ പേരാറക്കാണ്ട് മനസ്സിനൊരു വള വാങ്ങി തരാൻ ഇവിടെ ആർക്കും പോയി പോലെ എനിക്ക് ഞാൻ വള വാങ്ങി ഇറകും ചുമന്ന് വെയിലും കൊണ്ട് ഞാൻ കറുത്ത് കരിമുട്ടി പോലെ ആയി പോവും. എന്നാണ് പഠിച്ചോനെ ഈ ദുരിതം ഒന്ന് തീരുക. திருட்டு பசங்க இனி அப்படி கொண்டு போறதுன்னு பாக்கலாம். വാങ്ങി തരാതെ ഈ ബോർഡ് ഇവിടെ തൂങ്ങൂല. ഇമ്മച്ചാ ഞാൻ ക്രിക്കറ്റ് കളിച്ച പോയപ്പച്ചിനോട് പറയണ്ട. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യം? ആരെയും കേക്കണ്ട. അല്ല കുലുസല്ലേ? ആ അതെ എന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. എന്റെ പേര് ഷാജഹാന്. ഓർമ്മയുണ്ടോ? ആ ഇവിടെ ജയിച്ച പോലെയാണ് ആഘോഷം തുടങ്ങിയില്ലേ? ശിവകാശി പടക്കം കൊടുങ്ങാണ്ട് പൊട്ടിച്ചത് തുടങ്ങിയില്ലേ സുണകര? ശിവകാശി പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. അങ്ങോട്ട് നോക്കിയാ ആ കാക്ക കേട്ടുക്കണു. കേട്ടിട്ട് എനിക്ക് എന്താ കാര്യം? ഇന്റെ ഉപ്പച്ചല്ലേ കേക്കണ്ടിയത്? അതിനോട് ചൂടാവണ പോയി പറയൊക്കെ വെറുതെ ഷാജഹാൻ ഒരു മുന്താസിനെ പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് എന്റെ പുറകെ ഞാൻ എത്ര നടന്നതാ. എന്നെ കെട്ടിനെങ്കിൽ ഇപ്പൊ ഈ വിറകും നാളെ നമ്മ പാർട്ടി ജയിക്കൂലേ? ജയിക്കാതെ എവിടെ പോകാനാ? മാനു പറവാ. നാട്ടിലെല്ലാരും അഭിപ്രായം എന്താ? എന്താണ് ചർച്ച ഇപ്പൊ നടക്കണത്? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. എന്റെ മുന്നിൽ പോയി അല്ലെങ്കിൽ കിട്ടും എനിക്ക്. ഞാൻ കേക്കായിട്ടല്ലതൊന്നും ഒന്നും നടക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടാവുക. മോനെ ഷാജഹാനെ അതോർത്തിങ്ങി വിഷമിക്കണ്ടോ. ഇതുണ്ടല്ലോ എന്റെ പയറ് കൃഷിക്കുള്ള പന്തലിടാനുള്ള ഓലയാണ്. 300 വോട്ട് ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചു എന്നാ പറഞ്ഞിട്ട്. നേരോ പൊട്ടിച്ച സുണക പടക്കം അത് കേട്ടാ മതി. ഇനി മരം കയറ്റം തന്നെയാ നല്ല. 2.5 കോടി 3.5 കോടി പറഞ്ഞതേ ഞാൻ നയിച്ചുണ്ടാക്കിയതാ. നാട്ടുകാരെ ഏതെങ്കിലും കാട്ടിന്ന് വന്നിക്കാണ്ട് എന്തേലും പറയണ്ടിച്ചിട്ട് ഇജ്ജോ അതേമാതിരി പറയാം. അനക്ക് എന്തിന്റെ കുറവാ പടുള്ളത്? അല്ലേ എനിക്കെന്താ പരിപാടി? മീൻ കച്ചവടം. വെറുതെ അല്ല ഒരു നാറ്റോ എന്നെ കെട്ടിക്കണ്ട ഞാനും നാറിപ്പോവുകയാണ്. അല്ല എന്റെ ഭർത്താവ് എന്താ ചെയ്യുന്നത്? കുറച്ച് ചർച്ച ചെയ്യാണ്ട് ഉള്ളിക്ക് പോവാ. എന്തായാലും മാനോ ഇന്നലെ നമ്മൾ അടികൾ ചെയ്തത് ശരിയായില്ല. ആ അമ്മണി അമ്മനെ വോട്ടിന് വിളിച്ചു കൊടുത്തിട്ട് വീട്ടിലാക്കി കൊടുക്കാതെ വഴിയിലിറക്കി വിടുക ചെയ്ത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ. ഇവിടെ ബിസ്ക്കറ്റ് ഇല്ല, ബൂസ്റ്റ് ഇല്ല, ഹോർലിക്സും ഇല്ല. എന്താ മമ്മിയുള്ള ഇവിടെ? എനിക്കൊരു സ്വർണത്തിന്റെ വള വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ബിസിനസ്. എന്ത് ബിസിനസ്? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ്. അല്ല നമ്മളെ ഓട്ടച്ചെരുപ്പിനല്ല കുത്തിയത്, ഒലക്കല്ല കുത്തിയത്. അത് വെച്ചിട്ട് വഴിയിൽ ഇറക്കി വിടുക ചെയ്യാ മാനോ. കുഴിച്ചിട്ടാ തള്ളനെ അവിടെ. എനിക്ക് കുറെ പൈസ വാങ്ങിക്കൂടെ വോട്ട് ചേർന്ന് കണ്ടേ. വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എത്ര കാലായിക്കണേ കൊമ്പങ്കാട്ടേര് ഒരു കാര്യത്തിലും നോ പറഞ്ഞ ചരിത്രല്ല. ആ ഇപ്പച്ചി യെസ് പറഞ്ഞു. ഇതാരും നത്തോലിയമാൽക്ക്. എടാ ഷാജഹാനെ, നീ എന്താണ് ഇവിടെ? ഞാനിവിടെ മീന് പൈസ വാങ്ങാന്ന്. അല്ല നിങ്ങൾ തമ്മിൽ അറിയോ? പിന്നെന്താ ഇവൻ? സുണകനെ അങ്ങനെ വിട്ടാ പറ്റില്ല, ഒരു പണി കൊടുക്കണം. ബാടാ എനിക്ക് 2 സെറ്റ്. അതന്നെ ഞാനും പറഞ്ഞത്. SS ഗോൾഡ് അവിടെ നമ്മൾ ഏത് വളർത്താലും ഗ്രാമിന് 200 ഉറുപ്പിനുള്ളൂ ഇപ്പൊ പഠിക്കൂലി. അത് മാത്രല്ല SS ഗോൾഡ് എടുന്നല്ല ഞാൻ മീൻ എടുക്കുന്നത്. വലിയ പുള്ളിയാ. കഴിഞ്ഞ മാസം എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടല്ലോ, ഗിഫ്റ്റ് വാങ്ങാൻ പൈസ ഇല്ലായിട്ട് ഇവനാ എന്നെ സഹായിച്ചേ. ഇതെന്റെ കെട്ടിയോ. നാടിൻ നന്മകനെ പൊന്മകനെ കോയവനെ കോയക. ഞാൻ പോവാൻ വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മൾ 6 മാസത്തിന് ഗൾഫിക്ക് പോവാണല്ലോ. അപ്പൊ ഇജ്ജുണ്ടല്ലോ പൊട്ടിയതും ചരിഞ്ഞതൊക്കെ കൂടെ ഒരു ഭരണ കടലാസിൽ പോയി വെച്ചുകൊണ്ട് കുറച്ച് സ്വർണം അത് അവിടെ കൊണ്ടേ കൊടുക്കണം. അവിടെ കൊണ്ടേ അല്ല നത്തോലിയെ, എനിക്കൊന്ന് പോയി കുളിച്ചൂടെ? എന്തൊരു മീനാറ്റ അവിടെ. എന്താ മോനെ രാവിലെ ഇറങ്ങിയല്ലോ, നമ്മളെ പണിയും കറഞ്ഞൂടെ?
വിളിച്ചിട്ടെത്താ സൈനാത്തുണ്ടാവും അവിടെ. 6 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴേ പണിക്കൂലി ഇല്ലാതെ പുതിയ സ്വർണ്ണ കിട്ടും. കോയിനേറ്റാ കളി. അല്ല ഇഞ്ഞെന്താ അവിടെ നിൽക്കുന്നത്? അത് ഞാൻ വിറകിന് പോയതാ. എന്നാ വിറക് എടുത്ത് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നിട്ട് വേഗം കുറച്ച് വെള്ളം ചൂടാക്കി നോക്ക് എനിക്ക് കുളിക്കാൻ. വീട്ടിൽ റിസൾട്ട് അറിഞ്ഞോ? എന്താ പൊട്ടിയത്? ബോംബോ? തുണകാ ഇത് എവിടുന്ന് വാങ്ങിയത്? വേങ്ങര വെട്ടിത്തോട്. പോയിട്ടില്ല, തല്ലിനൊരു തീരുമാനമില്ല. ഓളെന്താ എന്നെ കാട്ടിയേ? ഓളോളെ 2 കച്ചോണ്ടിന്റെ ഇവിടെ തച്ചു. അച്ഛനോളാ പറയേ. ഒരു ഓവറും കൂടി ഉള്ളു. കട്ടൻ കുടിച്ചിട്ട് പോവാ. ഇല്ല, അത് കുറച്ച് അർജന്റ് ഉണ്ട്. ആണോ? എന്നായിക്കോട്ടെ. നീ എന്താ ഇവിടെ വായും പൊളിച്ചിരിക്കുന്നത്? പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. ശിവകാശി പടക്കം അടച്ചോനെ ഫുള്ള് കരഞ്ഞു പോയ കോയക്ക. ചങ്കള ഇതാണ് നമ്മളെ ഇവിടെ വാ. എന്റെ ഉള്ള ഓവർ ഞാൻ കഴിച്ചു. ഇജ്ജ് കാട്ടുന്നതൊക്കെ ഞാൻ ക്യാമറയിൽ കണ്ടതാണ്. ഇജ്ജ് ഇവിടെ SS ഗോൾഡ് പോയി കണ്ടേ. അതാ തന്റെ പോ. പറച്ചോനെ മൈമൂൻ എന്റെ എന്റെ വീട്ടിലുണ്ടൊരു മുന്താസ്. ഓളെന്തായാലും വിറകൊണ്ടൊന്നല്ല ചായ ഉണ്ടാക്കല്, നല്ല ഗ്യാസ് മല. കേട്ടോ മോൾട്ടിന്റെ അപ്പം ആചാരൊക്കെ ഞാൻ വിളിച്ചോളാം. പോക്കൊരു വളെടുക്കണം. വാ മോൾട്ടെ, ഇന്ന് ഞാൻ ഗോൾഡൻ ഡക്കായി. ആരെ ഞാൻ പോട്ടെന്നാലേ. ഈ ബോർഡ് എടുത്തേ. അത് മോൾട്ടി നോ ബോൾ എറിഞ്ഞാണ് പച്ചേ. അടച്ചോനെ. ചങ്കള നമ്മളിപ്പോ ഉള്ളത് പരപ്പനങ്ങാടിയുള്ള SS എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്.